പലതും വാക്കുകളിൽ വിവരിക്കാനാകില്ല. ചില അനുഭവങ്ങൾ ഹൃദയം കൊണ്ട് മാത്രം അനുഭവിച്ചറിയേണ്ടതാണ്. ഇത് പെലക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ തൃശൂരിലെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ പ്രധാന ആത്മീയ കേന്ദ്രമായ ഗുരുവായൂരിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് പെലക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂരിൽ നിന്നും തൃശൂർ റോഡിൽ യാത്ര ചെയ്താൽ കൂണമൂച്ചി എത്തും മുമ്പേ 1.5 കിലോമീറ്റർ ഇടതുമാറിയാണ് പ്രകൃതിരമണീയമായ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെലക്കാട്ടുപയ്യൂരിന്റെ മധ്യഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൽ ക്ഷിപ്രപ്രസാദിയായ ബാലസുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠ. അതുപോലെ വാമഭാഗത്തു ജ്യേഷ്ഠനായ ഗണപതിയും സ്ഥിതി ചെയ്യുന്നു. പളനിയാണ്ടവരുടെ തനതായ ദർശനം അനുഭവിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു പുണ്യസ്ഥലം. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല. ഇതൊരു ദർശനപാതയാണ്. ഭക്തർക്ക് ഈശ്വരനിലേക്കുള്ള സഞ്ചാരപാത. ഭക്തൻ ദർശനത്തിന്റെ മുൻപിൽ തലതാഴ്ത്തുമ്പോൾ ഒരു ദൈവിക സ്പന്ദനം അവന്റെ ഹൃദയത്തിൽ ഉണരുന്നു. ഏകദേശം 7 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ ക്ഷേത്രം പണി തീർത്തിരിക്കുന്നത്. ഭീമാകാരമായ ആനപ്പുള്ള മതിലിന്റെ സുരക്ഷയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് 1000 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ആവണപ്പറമ്പ് മനക്കാരുടേതായിരുന്നു പുരാതനമായ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം. 1978 ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു. പണ്ടുകാലത്ത് സമ്പത്തിന്റെയും പ്രസിദ്ധിയുടെയും കാര്യത്തിൽ ഈ ക്ഷേത്രം ഒട്ടും പുറകിലില്ലായിരുന്നു. ഈ ദേശത്തിന്റെ കാവലാളായ ഭഗവാന്റെ സ്ഥലമെന്ന പേരിലാണ് ഇപ്പോഴും ഇവിടം അറിയപ്പെടുന്നത്. അതെ, പയ്യന്റെ ഊർ, പയ്യൂർ. പണ്ടുകാലത്ത് വളരെ വലിയ പത്തായപ്പുരയുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്ത്. പല കാരണങ്ങൾ കൊണ്ട് അത് പൊളിച്ചു മാറ്റുകയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങളറിയാവുന്ന ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒറ്റ രാത്രി കൊണ്ട് ഭൂതങ്ങൾ പണിതതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആനപ്പുള്ള മതിൽ ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു. ഇത്രയും വലുപ്പമുള്ള മതിൽ അന്നത്തെ കാലത്തു എങ്ങനെ പണിതെന്നതിന് ഒരു തെളിവും ഇല്ല. അതുകൊണ്ട് തന്നെ ഭൂതങ്ങൾ നിർമ്മിച്ചതാണെന്ന് പഴമക്കാർ വിശ്വസിച്ചു. ഈ ക്ഷേത്രത്തിന് പ്രധാനമായി 2 കുളങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ക്ഷേത്രത്തിനു മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ കുളമാണ്.
പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വരുന്നവരാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്നു. ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള വലിയ കുളം ജീർണാവസ്ഥയിലായതിനാൽ ആരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വളരെ അതിപുരാതനമായ ക്ഷേത്രമാണിത്. ഞങ്ങൾക്ക് സങ്കല്പത്തിൽ ഭഗവാൻ വളരെ ശക്തി കൂടിയ ഭഗവാനാണ്. ഇത് സിദ്ധിയും അതുപോലെ ഔഷധ കൊടുക്കുന്ന ഒരു ദേവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഈ പയ്യൂർ ദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം പോലെയായിരുന്നു ആചരിച്ചിരുന്നത്. ഇവിടുത്തെ ഉത്സവങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും അന്നത്തെ ദിവസം തൈപ്പൂയ ദിവസം ഇവിടെ എല്ലാവരും എത്തി അത് വളരെ ഭംഗിയായി എല്ലാവരും ഏകോപത്തോടു കൂടി. മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന് വെച്ചാൽ ആഘോഷങ്ങൾ, ഇവിടെ ഭക്തിക്കാണ് പ്രധാനം. എല്ലാവരും വ്രതങ്ങളൊക്കെ എടുത്ത് 41 21 വ്രതമെടുത്ത് കാവടി എടുത്ത് ചൂലൊക്കെ ധരിച്ച് ഭസ്മാഭിഷേകമൊക്കെ നടത്തി ഇവിടെ വന്നിരുന്നത്. അത്രയും വിശേഷമായുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇടുമ്പൻസ്വാമി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് അപൂർവത്തിലപൂർവമുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ പളനിക്ക് തുല്യമായിട്ടുള്ളൊരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. മറ്റു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയും മുഖാമുഖം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഹിഡുംബൻ സ്വാമിയുമാണ്. പളനിയിൽ പളനി മലയ്ക്ക് കാവലാളായി ഇരിക്കുന്ന ഹിഡുംബൻ സ്വാമി ഇവിടെ ക്ഷേത്രത്തിനു മാത്രമല്ല നാടിനും കാവലാണ്. ഹിഡുംബൻ സ്വാമിയോട് കൂടിയിരിക്കുന്ന പളനിയാണ്ടവൻ ഇവിടെയുള്ളപ്പോൾ ഇവിടുത്തുകാർ പളനിക്കു വേറെ പോകേണ്ടതില്ലെന്നാണ് മറ്റൊരു കാര്യം. പയ്യൂരുൾപ്പെടെയുള്ള 4 ദേശത്തിന്റെ കാവലാളായ സ്വാമി തന്റെ വാഹനത്തിൽ ദേശം മുഴുവനും ചുറ്റി ഭക്തരെ കാക്കുന്നുവെന്നു ഇവിടത്തെ ഭക്തർ വിശ്വസിക്കുന്നു. പണ്ടുകാലത്ത് മഹാക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വന്നിരുന്ന ദിവസങ്ങളോളം നീണ്ടുനിന്നിരുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും കാലക്രമേണ ഇവിടുന്നു ഇപ്പോൾ മറഞ്ഞുപോയിരിക്കുന്നു. ഗ്രാമമധ്യത്തിലായതുകൊണ്ടു മാത്രം വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ ഈ ക്ഷേത്രം ഇന്നും ഒരു കേടുപാടുകളും കൂടാതെ പ്രൗഢിയോടെ നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യം ഒന്നുകൊണ്ടു മാത്രമാണ്. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. എരക്കാട്ടുപയ്യൂര് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ അതിപുരാതനമായിട്ടും മിക്കവാറും നമ്മളുടെ ഒരു അന്വേഷണത്തിൽ ആധികാരികതയൊന്നും ഇല്ലെങ്കിലും ഒരു എളിയ അന്വേഷണത്തിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തോന്നുന്നത് പണ്ടത്തെ ചേര മാതൃകയിലുള്ള ക്ഷേത്രങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ഈ എരക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പ്രത്യേകിച്ച് നമ്മുടെ 80കളിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരും ദേവസ്വം കൂടി ശ്രമിച്ച് നടത്തപ്പെടുമ്പോൾ ഗുരുവായൂർ തിരുനാമാചാര്യൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള തിരുമേനി ആഞ്ഞം മാധവൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ടുവരേണ്ടായി ഇതിൻ്റെ പരിപാടികളൊക്കെ ഉദ്ഘാടനത്തിനും പ്രഭാഷണത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഈ ക്ഷേത്രം ഇങ്ങനൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടെ അടുത്തൊന്നും കേരളത്തിലൊന്നുമില്ല. പഴനി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഈ എരക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനൊരു അറിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എരക്കാട്ട് പയ്യൂർ എന്നുള്ള ഈ നാമം തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ പെലക്കാട്ടമ്പലം എന്ന് ഒരു വിഭാഗം പറഞ്ഞിരുന്നു. പെലക്കാട്ടമ്പലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് മിക്കവാറും അവിടെ പെലക്കാട്ടൊരു മന ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മന നിൽക്കുന്നത് പെലക്കാട് എന്നുള്ള പറഞ്ഞ സ്ഥലം കാട്ടുപ്രദേശമായിരുന്നു. മൊത്തത്തിൽ പണ്ട് പെലക്കാട്ട് പയ്യൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഋഷി തുല്യരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ താമസിച്ചിരുന്നത്. അവർ മെഡിറ്റേഷനിലൂടെയും തപസ്സിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ഋഷി തുല്യരായിട്ടുള്ള ബ്രാഹ്മണർ താമസിച്ചിരുന്ന ഒരു കാട് പോലെയുള്ള സ്ഥലമായിരുന്നു ഈ എരക്കാട്ടുപയ്യൂർ. അത് അറിയപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ അത്തരം ഋഷിതുല്യരായിട്ടുള്ള ബ്രാഹ്മണരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത് വരുന്നത്. പ്രതിഷ്ഠ അങ്ങനെ ആയിട്ടാണ് വരുന്നത്. പയ്യൂരിലെ ഈ മഹാക്ഷേത്രത്തിന്റെ വലുപ്പവും വാസ്തുവും ഒട്ടും മോശമല്ല. പ്രവേശനം മുതൽ തന്നെ നമ്മുടെ കാഴ്ചയും ചിന്തകളും ദൈവികതയിലേക്ക് ഉയരുന്നു. വലിയ ബലിക്കല്ല്, നമസ്കാര മണ്ഡപം എല്ലാം തന്ത്രി സമ്പ്രദായ പ്രകാരമുള്ള ആചാരങ്ങളുടെ അടയാളങ്ങൾ. പണ്ട് കാലത്തു ഇവിടെയാണ് കഥകളിയും കൂത്തുകളും നടന്നിരുന്നത്. ചുറ്റമ്പലങ്ങളുടെ നിർമ്മിതി ഉയരം കുറച്ചാണ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് കുനിഞ്ഞു വേണം ഭഗവാനെ കാണാൻ ചെല്ലാൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല. മണ്ണുകൊണ്ട് പണിതീർത്ത ചുറ്റമ്പലത്തിലെ ചുവരുകളിൽ ഒരു ചിതലിനെ പോലും ഇതുവരെയും കണ്ടിട്ടില്ല. തുടർച്ചയായി വർഷങ്ങളോളം മഴ കൊണ്ടതുകൊണ്ട് ചില മരങ്ങൾക്ക് കേടുപറ്റിയതൊഴിച്ചാൽ മറ്റെല്ലാം പഴയ പോലെ തന്നെയാണ്. പണ്ടുകാലത്ത് നിരയോടായിരുന്നു ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നത്. ഏകദേശം 200 വർഷങ്ങൾക്കു മുമ്പ് അത് മാറ്റി ഇന്ന് കാണുന്ന ഓടാക്കി മാറ്റി. ക്ഷേത്രവാസ്തുവിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം. പുതുതലമുറയ്ക്ക് ഈ ക്ഷേത്രം ഒരു അത്ഭുതവുമാണ്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രാധാന്യം കണക്കാക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഒരു സുന്ദര പുരുഷനായിട്ടുള്ള ഒരു രൂപത്തിൽ ഭക്തരെ സംരക്ഷിക്കുന്ന ഒരു അനുഗ്രഹ കലയോട് കൂടിയിട്ടാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഭക്തരെ ആകർഷിക്കുന്ന ഈ പുണ്യസ്ഥലത്തേക്കു കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ഭക്തരെത്താറുണ്ട്. പണ്ട് കാലത്തു ഈ നാട്ടിലുണ്ടായിരുന്ന പല തർക്കങ്ങളും ഈ ക്ഷേത്രത്തെ ബാധിച്ചു. ഒരു തലമുറ ക്ഷേത്രത്തെ അറിയാതെ പോയി. ആചാരങ്ങളും ശീവേലികളും ഇല്ലാതായി. എന്നാൽ ഭഗവാന്റെ ചൈതന്യത്തിനു ഇപ്പോഴും ഒരു കോട്ടവും പറ്റിയിട്ടില്ലെന്ന് രാശിപ്രകാരം കാണിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൽ ചെറുപ്പത്തിൽ വളരെ ആക്റ്റീവായിട്ട് അമ്പലം 80കളുടെ പുനരുദ്ധാരണത്തിനും കുറേ ചില പെയിൻറ്റിങ്, പ്രതിമകളുടെ പെയിൻറ്റിങ്ങിലും ഇതിലൊക്കെ ഞാൻ കുട്ടി പ്രായത്തിൽ 10ാം ക്ലാസ്സിൻ്റെ മുൻപൊക്കെ ആയിട്ട് തന്നെ കുട്ടിപ്രായത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അതുപോലെ പൂയമായി കഴിഞ്ഞാൽ നമ്മുടെ പയ്യൂർ നാട്ടിൽ തന്നെ കാവടിപ്പണി തുടങ്ങുക. അന്ന് ഇതുപോലെയുള്ള വാടകയ്ക്കുള്ള സെറ്റുകളൊന്നുമല്ല. ചിലത് കിട്ടാത്തത് മാത്രം വാടകയ്ക്ക് എടുക്കും. ബാക്കിയെല്ലാം അവിടെ കാവടി പണിയെ തന്നെ ചെയ്യുക. 2 മാസം മുമ്പ് തന്നെ കാവടിപ്പണി തുടങ്ങും. അതിലെ A to Z കാര്യങ്ങൾ ഒരുവിധം എല്ലാ കുട്ടികളും വീട്ടിലെ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും അറിഞ്ഞിരിക്കും. പൂർണ്ണമായും കല്ലിലും കരിങ്കല്ലിലുമായി പണിത ശ്രീകോവിലാണ് ഇവിടുത്തെ. വലിയ ഇടനാഴികകളും അറകളുമുള്ള വലിയൊരു ശ്രീകോവിൽ. കുറഞ്ഞത് 10 വിളക്കെങ്കിലും കത്തിച്ചാലേ ഭഗവാന്റെ പൂർണ്ണ രൂപം വ്യക്തമായി പുറത്തേക്കു കാണാൻ സാധിക്കുകയുള്ളൂ. ശ്രീകോവിലിനു ചുറ്റിനും നിരവധി അമ്പരപ്പിക്കുന്ന കൊത്തുപണികൾ കാണാനാകും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പ്രകാരം ഈ സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുന്ന സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നു.
വയസ്സായിട്ടോ അല്ലാതെയുള്ള സ്ത്രീജനങ്ങൾ പോലും സുബ്രഹ്മണ്യ സ്വാമിയെ അത്രയും ഉപാസിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തറവാട്ടിൽപ്പെട്ട തന്നെ ഒരു മുത്തശ്ശി അമ്മ ഉണ്ടായിരുന്നു. അവർ പൂയം ദിവസം അല്ലെങ്കിൽ ഷഷ്ടി ദിവസമൊക്കെ ഈ ലോട്ട എന്ന് പറയും, പണ്ടത്തെ ഒരു ഓടിൻ്റെ, അതിലാണ് പാലഭിഷേകത്തിന് കൊണ്ടുപോകുക എല്ലാവരും. അപ്പോൾ ഈ ലോട്ടയിൽ പാലും നിറച്ചിട്ട് തുള്ളിയിട്ടാണ് സ്വാമിയുടെ അമ്പലത്തിലേക്ക് പോവുക അഭിഷേകം ചെയ്യാനായിട്ട്, സ്വാമിക്ക് തുള്ളിയിട്ട്. അപ്പോൾ അത്രയും ഉപാസനയോട് കൂടിയിട്ടുള്ള സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു. ഇതൊരു ഉദാഹരണം മാത്രം. വേറെയും ഇതുപോലെ സ്ത്രീകൾ പുറക്കളയങ്കാട് ഭാഗം, അതുപോലെ തന്നെ പയ്യൂര് തന്നെ മറ്റേ പടിഞ്ഞാറ്റുമുറി സ്വാമിയുടെ അമ്പലത്തിൻ്റെ പരിസരത്ത്, ഇവിടെ എല്ലാം സ്ത്രീകളായിട്ടും പുരുഷന്മാരുമായിട്ടും സ്വാമിയുടെ ഉപാസകർ നല്ലോണം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുകളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് അല്ലെങ്കിൽ വസ്തുതയായിട്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഈ പ്രതിഷ്ഠ, ഈ സ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അത്രയും പവർഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് അത് ശ്രദ്ധിച്ചാൽ അറിയാവുന്നതുമാണ്. അവിടുത്തെ വാസ്തു കൊണ്ടും അതുപോലെ തന്നെ അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തൊഴുമ്പോൾ ഒരു പ്രത്യേക ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് നമ്മൾ സ്വാമിയെ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് പോകുന്നത് കാണാം. അത് വളരെ നല്ലൊരു പ്രത്യേകതയാണ് അവിടുത്തെ സ്വാമിയുടെ അമ്പലത്തിൽ. അലിഞ്ഞുപോകാത്ത ഒരു സാംസ്കാരിക സമ്പത്ത്, അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും കാണാനാകുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ കൊത്തുപണികളിൽ മനുഷ്യനെയും കുരങ്ങിനെയും പാമ്പിനെയും പരുന്തിനെയുമെല്ലാം കാണാം. ക്ഷേത്രം സ്വയം പറഞ്ഞു കൊടുക്കുന്ന പല കഥകളുമുണ്ട് ഇതിൽ. ഇവിടെ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും ഒരു ദൈവിക അനുഭവം കൊണ്ട് മാറിപ്പോകുന്നു. അതിമനോഹരമായി തന്നെയാണ് ശില്പി ഈ ക്ഷേത്രത്തിലെ ഓരോ ഭാഗങ്ങളും കൊത്തി പണിതീർത്തിരിക്കുന്നതും. സിന്ദൂരാരുണകാന്തി ബിന്ദുവദനം കേയൂരകാരാദിഭിർദിവ്യേ ആഭരണൈർ വിഭൂഷിതതനും ദേവാരി ദുഃഖപ്രദം അംബോജാഭയചക്രി ഉക്കുടധരം രക്താംഗര ആഗം സുഖം സുബ്രഹ്മണ്യ ഉപാസ്മഹേ പ്രണമതം വീതി പ്രണാശോദ്യതം. വെയില് ധരിച്ച ദണ്ഡായുധപാണി എന്നും പേരുള്ളതിനാൽ കർമ്മങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കേരളത്തിലെ 100ഓളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ 2 നിലകളുള്ളതും മഹാക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിൻ്റെ ഭിത്തിയിലുള്ള മനോഹരമായ അലങ്കാരത്തോടു കൂടിയുമുള്ള ഒരു മഹാക്ഷേത്രമാണ് വിലക്കാട്ട് പയ്യൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ശ്രീകോവിലിനോട് ചേർന്ന് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ വലിയ മനോഹരമായ നമസ്കാര മണ്ഡപവും മുഖമണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീകോവിൽ അനുസൃതമായ വലിയ നാലമ്പലവും ചുറ്റമ്പലവും 4 ഭാഗത്തെ സ്ഥലങ്ങളും മുമ്പിലെ കുളവും കൂടിയാണ് ഈ ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിൻ്റെ ഗജപൃഷ്ഠ മതിലടക്കം ആനപ്പള്ള മതിലടക്കം 4 ഏക്കർ സ്ഥലവുമുണ്ട്. വിശാലമായ ആകെ 7 ഏക്കർ സ്ഥലത്ത് വൃക്ഷരാജാവായ അരയാലുമുണ്ട്. പ്രശ്നവിധി പ്രകാരം കിഴക്ക് നാഗരാജാവ്, നാഗയക്ഷി എന്നീ പ്രതിഷ്ഠ പുതിയതായി ചെയ്യുന്നു. മാത്രമല്ല ഹിഡുമ്പൻ്റെ പ്രതിഷ്ഠയും ക്ഷേത്രവും വളരെ ഭംഗിയായി മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്നു.
ആദ്യകാലത്ത് ഈ പടികളിലൂടെ ഇറങ്ങിയാണ് മണികിണറിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുത്തിരുന്നത്. ഈ കിണറിനുള്ളിൽ അടിയിലൂടെ വഴികളുണ്ടെന്ന് ചിലർ പറയുന്നു. ഭക്തിയുടെ നിറവും ഉത്സവത്തിന്റെ താളവും ചേർന്നാൽ ആ അനുഭവം ദൈവികമാകും. മകരത്തിലെ തൈപ്പൂയവും തുലാമാസത്തിലെ ഷഷ്ടിയുമാണ് ഇവിടെ പ്രധാനം. പൂയത്തിന് വിവിധ ദേശങ്ങളിൽ നിന്നും ശൂലം കുത്തി കാവടിയെടുത്തു ഇവിടെ ഭക്തരെത്തുന്നു. പൂയം മുരുകന്റെ പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസം ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ പ്രകാശിക്കുന്നത് പോലെയാണ്. അഭിഷേകപ്രിയനായ സ്വാമി അഷ്ടാഭിഷേകത്തിലാറാടി നിൽക്കുന്ന കാഴ്ച ഒന്നു കാണേണ്ടത് തന്നെയാണ്. സൂരപത്മനുമായുള്ള മുരുകന്റെ യുദ്ധത്തിന്റെ അനുസ്മരണമായി ആചരിക്കുന്ന ഈ ഉത്സവം ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഈ സമയത്ത് ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുന്നു, പ്രാർത്ഥനയുടെ താളത്തിൽ അവരുടെ ചുണ്ടുകൾ ചലിക്കുന്നു. പുലർവേളയിൽ തുടങ്ങി രാത്രി വരെ നീളുന്ന ഭക്തിപൂർണമായ ആചാരങ്ങൾ എല്ലാം ഒരുമിച്ച് അതിമനോഹരമായ ദൈവാനുഭവമായി മാറും. തൈപ്പൂയ ദിവസത്തെ അത്താഴപൂജയെല്ലാം കഴിഞ്ഞ് കാവടി കാണാൻ സ്വാമി ക്ഷേത്ര കവാടത്തിൽ കാത്തു നിൽക്കാറുണ്ടെന്നുമുള്ള കഥകൾ നാട്ടിൽ പഴമക്കാർ പറയാറുണ്ട്. തൈപ്പൂയ ദിവസം സ്വാമിയെ കാണാതെ കാലത്തെ ഭക്ഷണം പോലും പയ്യൂരിലെ മുൻ തലമുറക്കാർ കഴിച്ചിരുന്നില്ല. ഈ ഉത്സവങ്ങൾ എല്ലാം പയ്യൂരിന്റെ ഹൃദയധ്വനിയാണ്. അതിൽ ഓരോ താളത്തിലുമുണ്ട് ആത്മീയതയുടെ മുഴക്കം.
അമ്പലത്തിനെ പറ്റി പലരും പറഞ്ഞു, അമ്പലത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണും, എത്ര പഴയതാണ് എന്താണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഈ പുതിയ കമ്മിറ്റി 2 വർഷം ആയിട്ടുള്ള വന്നിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ അവസ്ഥ വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കാരണം കൊറോണ സമയത്ത് പഴയ കമ്മിറ്റിയൊന്നും മാറി വരാതെയായി, ആരും വരാതെയായി, അങ്ങനെ കിടന്നു 2-4 വർഷം ഒന്നുമില്ലാതെ, ആരുമില്ലാതെ. വെറും തിരുമേനി വരും, ഇവിടുത്തെ കാലത്തും വൈകിട്ടും ഒരു വിളക്ക് വയ്ക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി. ഞങ്ങൾ കുറേ പണിയെടുത്ത് ഇവിടുത്തെ മരമൊക്കെ വൃത്തിയാക്കി, ഗ്രൗണ്ട് ശരിയാക്കി, ഉള്ളിൽ കുറേ പണികളുണ്ടായിരുന്നു, ഒക്കെ ഞങ്ങൾ ചെയ്തു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പൈസയുടെ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എങ്കിലും കുറേ പേര് സഹായിച്ചു. ഇപ്പോൾ ഒരുവിധം ഭംഗിയായി കുളവും നന്നാക്കി, അങ്ങനെ പല ഇടുമ്പൻ്റെ ക്ഷേത്രമായി, അവിടെ നാഗങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അമ്പലം ഉണ്ടാക്കി. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 27, 28, 29 ഇടുമ്പൻ്റെ പ്രതിഷ്ഠ, നാഗങ്ങളുടെ പ്രതിഷ്ഠ, അമ്പലത്തിൽ കുറേ വേർപാടുകൾ ഇതൊക്കെയുണ്ട്. 5-6 ബ്രാഹ്മണന്മാരും തന്ത്രിയൊക്കെ കൂടെ വലിയ പരിപാടിയാണ്. അപ്പോൾ അതിനുശേഷം ഇനിയും ഇതിൻ്റെ ഐശ്വര്യവും വർദ്ധിക്കും. ധനപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇനിയും പണിയുണ്ട് കുറേ ഇവിടെ. ഇതൊക്കെ ഈ മതിലൊക്കെ പൊളിഞ്ഞുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കണം, വരണം. നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് ഈ ഗ്രാമീണ വലിയൊരു അമ്പലം പൂർവികരായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയില്ല, പക്ഷേ ഉള്ളത് നമ്മൾക്ക് എങ്ങനെയായാലും നന്നാക്കി കൊണ്ടുപോകണം. ഇനിയും വരും തലമുറയ്ക്ക് ഇത് കാണാനും മറ്റൊക്കെ ഇടിഞ്ഞു പൊളിയാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവരും വരണം, സഹായിക്കണം. നന്ദി. ഓരോ പ്രാർത്ഥനയിലും ഈ ക്ഷേത്രം ഒരു മായാത്ത ഓർമ്മയായി നിറയുന്നു. കൺമുന്നിൽ ഇല്ലെങ്കിൽ പോലും മനസ്സിൽ ഒരു ദൈവിക തുടിപ്പായി നിലനിൽക്കുന്നു. ഈ ക്ഷേത്രം കാത്തുനിൽക്കുന്നുണ്ട്. ഓരോ ഭക്തന്റെയും മനം നിറച്ച് ദർശനമായി, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ദൈവികമായ ഒരു അനുഭവമായി. ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്തിയവർക്ക് യാതൊരു അലങ്കാരങ്ങളുമില്ലാതെ ഒറ്റക്കാവിമുണ്ടും ഒരു രുദ്രാക്ഷമാലയും ധരിച്ചു നിൽക്കുന്ന സ്വാമിയെ നേരിട്ട് കണ്ട പ്രതീതിയായിരിക്കും മനസ്സിലുണ്ടാവുക. സ്വാമി മറിമോ